ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം കടുക്കുന്നതിനിടെ ഇസ്രയേൽ പ്രതിരോധ സേന മറ്റൊരു ആഭ്യന്തര പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. യുദ്ധകളത്തിലെ സൈനിക നീക്കങ്ങൾക്കപ്പുറം തെക്കൻ ലബനനിലെ സാധാരണക്കാരുടെ സ്വത്തുക്കൾ ഇസ്രയേൽ സൈനികർ കൊള്ളയടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സൈന്യത്തിന്റെ അച്ചടക്കത്തെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്ന ഈ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. യുദ്ധം തകർത്ത തെക്കൻ ലബനനിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൈനികർ മോഷ്ടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ആരോപണങ്ങൾ ശക്തമായതോടെ സൈനിക നേതൃത്വം ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സമീർ നേരിട്ടാണ് സൈനിക പോലീസ് അന്വേഷണത്തിനും അതിർത്തി കടന്നുള്ള പരിശോധനകൾ കർശനമാക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഈ ആരോപണങ്ങൾക്ക് പ്രധാന തെളിവായി മാറിയിരിക്കുന്നത്. തകർന്ന വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നതും സാധാരണക്കാരുടെ സ്വകാര്യ വസ്തുക്കൾ ഉപയോഗിച്ച് സൈനികർ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ വൈറലായതോടെ സൈനിക കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായി. സൈനികരുടെ ഇത്തരം പ്രവർത്തികൾ ആധുനിക സൈനിക നിയമങ്ങളുടെയും യുദ്ധമര്യാദകളുടെയും നഗ്നമായ ലംഘനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിസ്ബുള്ളയ്ക്ക് മേൽ സൈനിക വിജയം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പുതിയ വിവാദം. ശത്രുവിനെ തകർക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം സൈന്യത്തിനുള്ളിലെ അച്ചടക്കമില്ലായ്മ കൂടി നെതന്യാഹുവിന് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത് ഭരണകൂടത്തിനും സൈനിക നേതൃത്വത്തിനും ഒരുപോലെ തലവേദനയായി മാറിയിട്ടുണ്ട്. സൈനികർക്കിടയിലെ അച്ചടക്കത്തെക്കുറിച്ചും മേലുദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഈ സംഭവം ഉയർത്തുന്നു. യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികർ മോഷണത്തിലേക്കും കൊള്ളയിലേക്കും തിരിയുന്നത് അവരുടെ പോരാട്ട വീര്യത്തെയും ധാർമ്മിക അടിത്തറയെയും ബാധിക്കുമെന്ന ആശങ്ക സൈനിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. സൈനിക പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഇത്തരം പ്രവണതകൾ സൈന്യത്തിനുള്ളിൽ പടരുന്നത് തടയാനാണ്. അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് തിരികെ വരുന്ന സൈനിക വാഹനങ്ങളിൽ കടുത്ത പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മോഷണ വസ്തുക്കൾ കടത്തുന്നത് തടയാൻ അതിർത്തികളിൽ പ്രത്യേക പരിശോധനാ സംഘങ്ങളെ വിന്യസിച്ചു കഴിഞ്ഞു. യുദ്ധമുഖത്ത് നിന്ന് സാധനങ്ങൾ കടത്തുന്നത് ഇസ്രായേൽ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. എങ്കിലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ലബനനിലെ സാധാരണക്കാരുടെ സാക്ഷ്യപത്രങ്ങളും ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നുണ്ട്. യുദ്ധം കാരണം വീട് വിട്ടു പോകേണ്ടി വന്ന പലരും തിരികെ എത്തുമ്പോൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതിപ്പെടുന്നു. കെട്ടിടങ്ങൾ തകർന്നതിനേക്കാൾ വലിയ വേദനയാണ് സ്വന്തം സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടത് അവരിൽ ഉണ്ടാക്കുന്നത്. ഇത് മേഖലയിൽ ഇസ്രായേലിനോടുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ ശക്തമായ പ്രത്യാക്രമണങ്ങളെ നേരിടുമ്പോൾ മറുവശത്ത് ഇത്തരമൊരു അപകീർത്തി ഉണ്ടാകുന്നത് സൈന്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ലോകത്തിലെ ഏറ്റവും അച്ചടക്കമുള്ള സൈന്യമെന്ന് അവകാശപ്പെടുന്ന IDFന് ഇത് വലിയൊരു കളങ്കമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നെതന്യാഹുവിന്റെ വിജയഗാഥകൾക്കിടയിൽ സൈന്യത്തിനുള്ളിൽ സംഭവിക്കുന്ന ഇത്തരം പാളിച്ചകൾ ഇസ്രയേലിനുള്ളിലെ രാഷ്ട്രീയ ചർച്ചകളെയും ബാധിക്കുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഭരണകൂടത്തിനെതിരെ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് സൈന്യം വ്യതിചലിക്കുന്നുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിലും വളരുന്നു. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഇയാൽ സമീർ കുറ്റക്കാരായ സൈനികർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ടവർ തന്നെ മോഷണത്തിന് മുതിരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. സൈനിക പോലീസ് ഓരോ സംഭവവും പ്രത്യേകം പരിശോധിച്ചു വരികയാണ്. യുദ്ധഭൂമിയിലെ സമ്മർദ്ദം സൈനികരെ ഇത്തരം പ്രവൃത്തികളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന കാര്യവും പഠന വിധേയമാക്കുന്നുണ്ട്. ദീർഘകാലമായി യുദ്ധമുഖത്ത് തുടരുന്ന സൈനികരിൽ ഉണ്ടാകുന്ന മാനസിക മാറ്റങ്ങൾ അവരെ വഴിതെറ്റിക്കുന്നുണ്ടാകാം. എങ്കിലും സൈനിക നിയമങ്ങൾ ഇത്തരം പ്രവൃത്തികളെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഹിസ്ബുള്ള ഈ സംഭവത്തെ തങ്ങളുടെ പ്രചാരണ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം പോരാളികളല്ല, മറിച്ച് കൊള്ളക്കാരാണെന്ന തരത്തിലുള്ള വാർത്തകൾ അവർ പ്രചരിപ്പിക്കുന്നു. ഇത് സൈനികരുടെ മനോവീര്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മനഃശാസ്ത്രപരമായ യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഇത് മേൽക്കോയ്മ നൽകും. ലബനിലെ ഈ കവർച്ചാ വിവാദം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമ പോരാട്ടങ്ങളെയും ബാധിച്ചേക്കാം.
യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ തെളിവുകളായി മാറും. സിവിലിയൻ സ്വത്തുവകകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അന്താരാഷ്ട്ര നിയമപ്രകാരം സൈന്യത്തിനുണ്ട്. നെതന്യാഹു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദം ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സൈന്യത്തെ ന്യായീകരിക്കാൻ അവർ പാടുപെടുകയാണ്. സൈനിക വിജയങ്ങൾക്കൊപ്പം തന്നെ ധാർമ്മികമായ ഉയർച്ചയും നിലനിർത്തുക എന്നത് ഏതൊരു സൈന്യത്തിനും വലിയ വെല്ലുവിളിയാണ്. അതിർത്തിയിലെ പരിശോധനകൾ കർശനമാക്കിയതോടെ പല സൈനികരും നിയമക്കുരുക്കിലായിട്ടുണ്ടെന്നാണ് സൂചന. ഇവരിൽ നിന്ന് കണ്ടെടുക്കുന്ന സാധനങ്ങൾ ആർക്കൊക്കെ അവകാശപ്പെട്ടതാണെന്ന് കണ്ടെത്തുക പ്രയാസകരമായിരിക്കും. എങ്കിലും പിടിച്ചെടുത്ത സാധനങ്ങൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ലെബനൻ അധികൃതർക്ക് കൈമാറാനോ ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അച്ചടക്കമില്ലാത്ത ഒരു സൈന്യം പരാജയത്തിലേക്ക് നീങ്ങുമെന്ന സൈനിക ചരിത്രത്തിലെ പാഠങ്ങൾ ഇസ്രയേൽ ഗൗരവമായി കാണേണ്ടതുണ്ട്. മേലുദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലുള്ള സൈനികർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സൈനിക പരിശീലനങ്ങളിൽ ധാർമ്മികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. കവർച്ച ആരോപണങ്ങൾ ഇസ്രയേൽ സമൂഹത്തിനുള്ളിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. സ്വന്തം മക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് പല കുടുംബങ്ങളെയും വിഷമിപ്പിക്കുന്നു. സൈന്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈജിപ്തും ജോർദാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ഈ സംഭവവികാസങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ഇത്തരം നീക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കും. സമാധാന ഉടമ്പടികൾ നിലവിലുള്ള രാജ്യങ്ങൾക്കിടയിൽ പോലും ഇസ്രായേലിന്റെ ഈ പ്രവൃത്തികൾ സംശയം ജനിപ്പിക്കുന്നു. അന്വേഷണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. എത്രമാത്രം വലിയ കൊള്ളയാണ് നടന്നതെന്നും അതിനു പിന്നിൽ ആരൊക്കെയാണെന്നും വ്യക്തമാകേണ്ടതുണ്ട്. സൈന്യത്തിന്റെ അന്തസ്സ് വീണ്ടെടുക്കാൻ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ലെബനൻ യുദ്ധം ഇസ്രായേലിന് വെറുമൊരു സൈനിക പോരാട്ടം മാത്രമല്ല, മറിച്ച് അവരുടെ ധാർമ്മികതയുടെ പരീക്ഷണം കൂടിയായി മാറുകയാണ്. ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തിയാലും സ്വന്തം സൈന്യത്തിന്റെ അച്ചടക്കം തിരികെ പിടിക്കാൻ ഇസ്രായേലിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വിജയത്തിന്റെ കഥകൾക്കിടയിൽ ഇത്തരമൊരു കറുത്ത അധ്യായം ഇസ്രയേൽ സൈനിക ചരിത്രത്തിൽ എന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും.